വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സെപ്റ്റംബർ 20 റിലീസ് ചെയ്ത ലബ്ബർ പന്ത് സിനിമ ഞങ്ങളുടെ ഈ പ്രദേശത്ത് ഇന്നലെയാണ് റിലീസായത് കേട്ടോ. അപ്പോൾ ഞാൻ ആ സിനിമ കണ്ടു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് ഒരു കാര്യം പറയാം, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് കൊടുക്കാൻ മറക്കരുത്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങളുടെ യൂട്യൂബ് ഹോം സ്ക്രീനിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും, പ്രസ് ചെയ്ത് ഓപ്പൺ ചെയ്യാനും കഴിയും. ഡയറക്ടർ തമിഴരസൻ പച്ചമുത്ത്, പ്രൊഡ്യൂസർ ലക്ഷ്മൺ കുമാർ, സിനിമാറ്റോഗ്രാഫി ദിനേശ്. അഭിനയിച്ചിരിക്കുന്നവർ അട്ടകത്തി ദിനേശ്, ഹരീഷ് കല്യാൺ, ബാല സരവൺ, കാളി വെങ്കട്ട്, സ്വാസിക, സഞ്ജന, ദേവദർശിനി, പിന്നെ മറ്റു താരങ്ങളും. ഈ സിനിമയുടെ പേര് പോലെ തന്നെ ഇതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയും കളി കളി കളി, ക്രിക്കറ്റ് കളി, ഇത് തന്നെയാണ് സിനിമ. അപ്പോൾ ഈ സിനിമ കണ്ടിരുന്നപ്പോൾ എനിക്ക് എൻ്റെ ലൈഫിൽ സംഭവിച്ച ഒരു കാര്യം ഓർമ്മ വന്നു. അപ്പോൾ അത് ഇവിടെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അതിനും ഈ സിനിമയ്ക്കും തമ്മിൽ വലിയൊരു ബന്ധമുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ വകയിൽ ഒരു ചേട്ടനുണ്ടായിരുന്നു എന്ന് പറയാൻ കാരണം അദ്ദേഹം അസുഖം ബാധിച്ച് മരണപ്പെട്ടു. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ എൻ്റെ കൂടെ ഇല്ല. അദ്ദേഹം നല്ലൊരു സ്വഭാവമുള്ള ഒരു ചേട്ടനായിരുന്നു. ഞങ്ങൾ തമ്മിൽ ഫ്രണ്ട്ഷിപ്പ് പോലെയായിരുന്നു ഞങ്ങൾ കാര്യങ്ങളൊക്കെ പോയിരുന്നത്. അപ്പോൾ അങ്ങേരാണെങ്കിലോ ക്രിക്കറ്റ് കളിയുടെ മുഴുത്ത ഭ്രാന്തനാണ്. അങ്ങേർക്ക് ജോലിയിൽ ലീവ് എടുത്തിട്ട് അതേപോലെ അങ്ങേരുടെ ലൈഫിലുള്ള പ്രധാന കാര്യങ്ങളിലൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ക്രിക്കറ്റ് കളി നടക്കുന്നുണ്ടെങ്കിൽ അങ്ങേരെത്താതെ കളി നടക്കില്ല. അങ്ങേര് കളിച്ചിരിക്കും. അങ്ങനെ ക്രിക്കറ്റ് കളി എന്ന് പറഞ്ഞാൽ അങ്ങേർക്കൊരു ഹരമായിരുന്നു. അപ്പോൾ എന്നെയും കളി കാണാൻ വിളിക്കാറുണ്ട്. പക്ഷേ എനിക്കാകട്ടെ ഈ കളിയെക്കുറിച്ച്, ക്രിക്കറ്റ് കളിയെക്കുറിച്ച് യാതൊന്നും അറിയില്ല. എ മുതൽ സെറ്റ് വരെ ഒന്നുമേ അറിയില്ല, അതിൽ താല്പര്യവുമില്ല. അപ്പം ഞാൻ പറയും എന്നെ വിളിച്ചു കൊണ്ടുപോയിട്ട് കാര്യമില്ല, കാരണം എനിക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. അപ്പം ഞാൻ കളി കണ്ടിട്ട് കാര്യമില്ല പറയുമ്പോഴും അങ്ങേർക്ക് എന്നെ വലിയ കാര്യമായതുകൊണ്ട് എന്നെ വിളിക്കും, ഞാനും പോകും. അങ്ങനെ കളി കാണുന്ന സമയത്ത് ഞാൻ ഇടയിൽ എനിക്ക് മുഷിപ്പ് തോന്നിയിട്ട് പറയും, ചേട്ടാ ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കല്ലേ, നിങ്ങളും നിങ്ങളുടെ ടീമും അതേപോലെ എതിർ ടീമും ഒക്കെ എന്തിനാ ഇങ്ങനെ വെറുതെ ഓടിക്കൊണ്ടിരിക്കുന്നത്? അപ്പം നിങ്ങൾ ഓട്ടം നിർത്തിയിട്ട് ഒന്ന് കോംപ്രമൈസ് ആയി കഴിഞ്ഞാൽ വേഗം ഒരു തീരുമാനത്തിൽ എത്താമല്ലോ എന്ന് പറയും. അപ്പം അങ്ങേരുടെ ഒരു നോട്ടമുണ്ട് എന്നെ, ഈ മണ്ടച്ചാരനെയാണല്ലോ ഞാൻ കളി കാണാൻ കൊണ്ടുവന്നത് എന്ന അർത്ഥമാണ് അതിനുള്ളത്. അപ്പോൾ അത്രയും എനിക്ക് കളി അറിയില്ല. അങ്ങേരാണെങ്കിൽ ഭയങ്കര കളിക്കാരനും കളിയുടെ ഹരവും. അപ്പോൾ അവരുടെ അച്ഛനും അമ്മ, ചേട്ടൻ, ചേച്ചിയൊക്കെ ഇങ്ങേര് കളിക്കുന്നതിൽ നിന്ന് എപ്പോഴും വിലക്കിയിരുന്നു. കാരണം ഇങ്ങേര് എപ്പോഴും ജോലിയിൽ ലീവ് എടുത്തിട്ട് മറ്റു കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെയൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരെ പറഞ്ഞ കാര്യമില്ല, അവർ നല്ലൊരു കുടുംബസ്ഥർ എന്ന നിലയിലാണ് അങ്ങേരോട് അങ്ങനെ പറയുന്നത്. ഒരു കണക്കിന് അത് ശരിയാണെങ്കിലും മറുകണക്കിന് അത് തെറ്റുമാണ്. ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റ് നമ്മൾ നശിപ്പിക്കാൻ പാടില്ലല്ലോ. പക്ഷെ അവർ ഈ ചേട്ടൻ നന്നായിരിക്കട്ടെ പറഞ്ഞിട്ടാണ് അങ്ങനെ പറയുന്നത്. പക്ഷേ ഇങ്ങേരാകട്ടെ എവിടെ കളി നടന്നാലും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടും മറ്റുള്ളവരുടെ കണ്ണ് വെട്ടിച്ചോ അങ്ങേര് പോയി കളിച്ചിരിക്കും. അപ്പം ഞാൻ ഇതിവിടെ പറയാൻ കാരണം ഈ സിനിമയിലും ഇതേപോലത്തെ സംഭവങ്ങളുണ്ട്. ഈ സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെയും കളി തന്നെയാണെങ്കിലും ആ കളിയുമായിട്ട് കുടുംബ ബന്ധങ്ങളെയും അതേപോലെ കുടുംബ ബന്ധത്തിലുള്ള ഉത്തരവാദിത്വം, സ്നേഹം, ഇതൊക്കെ ലിങ്ക് ചെയ്തുകൊണ്ട് പ്രധാനമായിട്ട് ഇതിൽ പ്രണയത്തെ ഈ കളിയുമായിട്ട് നന്നായിട്ട് ലിങ്ക് ചെയ്തുകൊണ്ട് ആണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അത് നമുക്ക് നല്ലൊരു ഫീലിംഗ് തരുന്നുണ്ട്. അതായത് കളി മാത്രമാകാതെ ഫാമിലി സെൻറ്റിമെൻറ്റ്സ്, പ്രണയത്തിനും പ്രാധാന്യം ഈ സിനിമയിലുണ്ട്. ഇതിൽ അട്ടകത്തി ദിനേശാണ് ഹീറോ. അങ്ങേര് മാത്രമല്ല, ഹരീഷ് കല്യാണും. അട്ടകത്തി ദിനേശ് അട്ടകത്തി എന്നൊരു സിനിമയിൽ അഭിനയിച്ചപ്പോഴാണ് ഈ ദിനേശിൻ്റെ ഒപ്പം അട്ടകത്തി കൂടി അദ്ദേഹത്തെ വിളിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണ് അട്ടകത്തി ദിനേശ് ആയത്. അത് പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആ സിനിമ നല്ലൊരു സിനിമയായിരുന്നു. പക്ഷേ അതിന് ശേഷം അട്ടകത്തി ദിനേശിൻ്റെ നല്ല സിനിമകളൊന്നും, നല്ല റോളുകളൊന്നും അങ്ങേർക്ക് കിട്ടാനായിട്ടാണോ എന്താ അറിയില്ല, അങ്ങനെ വന്നിട്ടില്ല. അപ്പം ഞാൻ നല്ലൊരു നടനാണല്ലോ, ഇങ്ങേര് എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ഞാൻ പണ്ട് ചിന്തിച്ചിരുന്നു. പിന്നെ അങ്ങേരുടെ സിനിമ അങ്ങനെ വരുന്നുമില്ല. പക്ഷേ ഈ സിനിമ അട്ടകത്തി ദിനേശിൻ്റെ ഒരു രണ്ടാം വരവെന്നേ ഞാൻ പറയുള്ളൂ. നല്ല ഗംഭീരമായിട്ട് ആളിതിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ലൊരു കളിക്കാരനായിട്ടും അതേപോലെ ആ കളിക്കാരനുള്ള അങ്ങേരുടെ പ്രശ്നങ്ങളും എല്ലാം തന്നെ വളരെ നന്നായിട്ട് അങ്ങേര് അവതരിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് നല്ല അദ്ദേഹത്തിൻ്റെ അഭിനയം ഇഷ്ടമായി. അതേപോലെ തന്നെ ഹരീഷ് കല്യാണം
ഹരീഷ് കല്യാൺ ഒന്നുകൂടി ചെറുപ്പക്കാരനായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. അങ്ങേരുടെ കളി മാത്രമല്ല, അങ്ങേരുടെ വെറുതെ ഇങ്ങനെ നിന്ന് നോട്ടം തന്നെ, ആ ഒരു എക്സ്പ്രഷനിൽ തന്നെ അങ്ങേരുടെ ഈഗോ അതേപോലെ അഭിപ്രായം ഒക്കെ ആ എക്സ്പ്രഷനിൽ തെളിഞ്ഞ് കാണുന്ന വിധത്തിലാണ് അഭിനയിച്ചിരിക്കുന്നത്. നന്നായിട്ട് അങ്ങേർക്ക് പ്രണയമുണ്ട്, പ്രണയത്തിൻ്റെ കാര്യത്തിലായാലും കളിയുടെ കാര്യത്തിലായാലും അതേപോലെ ഈഗോ പ്രശ്നങ്ങളിലായാലും ബുദ്ധിപൂർവ്വം പ്രവർത്തിക്കേണ്ട നിമിഷങ്ങളിലായാലും ഒന്നും മിണ്ടാതെ നിന്നാൽ പോലും അങ്ങേരത് എക്സ്പ്രഷനിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ചുരുക്കി പറഞ്ഞാൽ അട്ടകത്തി ദിനേശും ഹരീഷ് കല്യാണും മത്സരിച്ച് അഭിനയിച്ചു എന്ന് നമുക്ക് പറയാം. രണ്ടു പേരും കൂടി ഈ സിനിമയുടെ ആ കഥയെ ഗംഭീരമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. പിന്നെ സ്വാസികയ്ക്ക് ഈ സിനിമയിൽ നല്ലൊരു റോളാണ് കേട്ടോ. അവർ ആദ്യം മുതൽ അവസാനം വരെയും ഒരു തൻ്റെയുള്ള ഗംഭീരമായിട്ടുള്ള ഒരു റോളാണ് ചെയ്തിരിക്കുന്നത്. അവർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ സഞ്ജന ഒരു പ്രണയിനിയായിട്ട് വരുന്നു, അതേപോലെ നല്ലൊരു മകളായിട്ട്, അതൊക്കെ നല്ല ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ നല്ല ഭാവങ്ങൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ. എക്സ്പ്രഷൻ നന്നായിട്ടുണ്ട്. പ്രണയിനിയായിട്ട് അഭിനയിച്ച ആ ഒരു റോളും അതേപോലെ മകളെന്ന നിലയ്ക്ക് അതുപോലെ അമ്മയുടെ അടുത്തുള്ള ആ ഒരു ഡയലോഗുകൾ അതൊക്കെ സഞ്ജന നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ സഹനടന്മാരായിട്ട് ബാലശരവണനും കാളി വെങ്കട്ടും അവർ രണ്ടുപേരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നവരൊക്കെ അവരുടെ ഭാഗങ്ങൾ ആ സ്ക്രീൻ പ്രസൻറ്റേഷൻ ആകട്ടെ അഭിനയമാകട്ടെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അത് ഈ സിനിമയ്ക്ക് മാറ്റുകൂട്ടിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് കളീനെ കുറിച്ച് കമാന്നൊരക്ഷരം അറിയില്ല, താല്പര്യമില്ല എന്ന്. പക്ഷേ എനിക്ക് ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ കളിയായിരുന്നിട്ട് പോലും ബോറടിക്കാതെ, ആർക്കും കളി ഇഷ്ടപ്പെടുന്നവരായാലും ഇഷ്ടപ്പെടാത്തവരായാലും ബോറടിക്കാതെ വളരെ ത്രില്ലിങ്ങോടെ ഈ സിനിമ കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അവരിത് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ സിനിമയിലെ കളി ഇഷ്ടമായി. കളിയെക്കുറിച്ച് അറിയില്ലെങ്കിലും കളി നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടി അവർ വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊരു യഥാർത്ഥ സംഭവമാണത്. അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാം. വിദേശ രാജ്യങ്ങളിൽ വെള്ളക്കാരും വെളുത്ത വർഗ്ഗക്കാരും കറുത്ത വർഗ്ഗക്കാരും കളിയിൽ ഇറങ്ങുമ്പോൾ കറുത്ത വർഗ്ഗക്കാരെ വെളുത്ത വർഗ്ഗക്കാരിലുള്ള ചിലരൊക്കെ പുച്ഛത്തോടെ കാണുകയും അവരോട് അനാവശ്യം പറയുക, അവരെ കളിയാക്കുക, പിന്നെ തല്ലുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ ന്യൂസിലൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലത്തെ ഒരു സംഭവം ഇതിലും ഉണ്ട്. ഇതിൽ ആ ഒരു ഒരു വ്യത്യാസത്തിൻ്റെ അല്ല, ജാതി പ്രശ്നമാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. പക്ഷേ അത് വളരെ നല്ല രീതിയിൽ തന്നെ ഇവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ക്ലൈമാക്സിലൊക്കെ നല്ലൊരു ഉത്തരം തന്നെ അതിന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ക്ലൈമാക്സ് ആയപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് എന്ത് ക്ലൈമാക്സ് ഇങ്ങനെ ആയിപ്പോയതെന്ന്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ക്ലൈമാക്സ് അല്ല ഈ സിനിമയ്ക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതെന്താ ഇങ്ങനെ ആയിപ്പോയത്, ഇത് സിനിമയുടെ എൻ്റെ ഒരു സുഖമില്ലാതെ ആയോ എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അടുത്ത സീനിൽ നായകൻ ഒരു കാര്യം പറയുന്നുണ്ട്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നതിന് അദ്ദേഹം ഒരു ഉത്തരം പറയുന്നുണ്ട്. ഗംഭീര ഉത്തരമാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു ജാതി പ്രശ്നത്തിനുള്ള ഒരു തീരുമാനം ഈ സിനിമയിൽ അവസാനം നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ വിട്ടുവീഴ്ച മനോഭാവം കൊടുക്കുമ്പോൾ അത് വലിയ വലിയ നന്മയിലേക്ക് എത്തിക്കും എന്നൊരു വലിയ മെസ്സേജ് ഈ സിനിമ നമുക്ക് തരുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഈ സിനിമ കളി ഒട്ടും അറിയാത്ത എനിക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ലബ്ബർ പന്ത് കളിയുടെ ആവേശം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.